വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പലഹാരമാണ് മുന്തിരിക്കൊത്ത്. പയറുപരിപ്പും അരിയും തേങ്ങയൊക്കെ ചേർത്തിട്ടാണ് മുന്തിരിക്കൊത്ത് ഉണ്ടാക്കുന്നത്. ഞാൻ മൈമ സൈമൺ. വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. മുന്തിരിക്കൊത്ത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഓരോ ഇൻഗ്രീഡിയൻസും ഒന്ന് ഫ്രൈ ചെയ്യണം. പയറ് പരിപ്പാണ് ഉപയോഗിക്കുന്നത്. ചിലർ പയറ് വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് പയറ് പരിപ്പ് വെച്ചിട്ടാണ്. ചെറുപയർ പരിപ്പ് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എടുത്ത് വെച്ചേക്കുന്നത് 1 കപ്പ് പയറ് പരിപ്പാണ്. അതൊന്ന് കഴുകിയിട്ട് വെള്ളം വാർന്നിട്ട് എടുക്കുക. ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. നമുക്ക് നമ്മൾ കടിക്കുമ്പം നല്ലതായിട്ട് പൊട്ടണം. ആ രീതിയിൽ നല്ല ക്രിസ്പ് ആവണം. മാത്രമല്ല നമുക്ക് നല്ലൊരു മൂത്തൊരു മണവും വരും. ആ പച്ചമണം മാറിയിട്ട് നല്ലൊരു മണം വരും. അതുവരെ ഫ്രൈ ചെയ്തെടുക്കുക. പയറ് പരിപ്പ് റോസ്റ്റഡായി. ഇതേപോലെ തന്നെ പച്ചപ്പയറാണ് ഉപയോഗിക്കുന്നത്, ചെറുപയറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ മാറ്റാവുന്നതാണ്. ഇതൊരു ബോളിലേക്ക് മാറ്റാം. അടുത്തായിട്ട് ഇതേ ബോളിൽ ചന്നാ ദാൽ, കടല പരിപ്പ്, ഇത് കഴുകി വെച്ചേക്കുന്നതാണ്. കഴുകി വെള്ളം കളഞ്ഞ് വെച്ചേക്കുന്നത്. ചന്നദാൽ എടുത്തേക്കുന്ന 1/2 കപ്പ്, നമ്മൾ പയറുപരിപ്പ് എടുത്തേക്കുന്ന 1 കപ്പ്. ഇതും ബ്രൗണായി. കടലപ്പരിപ്പും ബ്രൗണായി മാറ്റാം. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പ് ആവണം. അതുവരെ കുക്ക് ചെയ്യാം. അടുത്തായിട്ട് മട്ട അരിയാണ്. മട്ട അരി 1/2 കപ്പാണ് എടുത്തേക്കുന്നത്. കഴുകി വെച്ചേക്കുന്നതാണ്. അതും ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മൾ ചോറിനൊക്കെ ഉപയോഗിക്കുന്ന അരി. ഏത് അരി വേണമെങ്കിലും ഇതിന് പകരം ഉപയോഗിക്കാം. ഇതിന് ചെറിയ ഫ്ലെയിമിലിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് അരി നമ്മൾ ചെയ്യുമ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ഏലക്കായും കുറച്ച് ജീരകം കൂടെ ചേർക്കാം. ഒരു 7-8 ഏലക്ക, കൂടാതെ 1 ടീസ്പൂൺ ജീരകം കൂടെ ചേർക്കാം. മുന്തിരിക്കൊത്തൊരു ഫ്ലേവർ കൊടുക്കാനായിട്ടാണ്. അത് രണ്ടും കൂടെ ഇതിൻ്റെ കൂടെ റോസ്റ്റ് ചെയ്യുക. പൊടിക്കുമ്പോൾ ഒരുമിച്ച് പൊടിക്കാനും പറ്റും. അരിയും റോസ്റ്റഡ് ആയിട്ടുണ്ട്. എല്ലാം ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഈവനായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഓഫ് ചെയ്യാം. ഇതെല്ലാം കൂളാവണം. അതിനുശേഷം വേണം നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട്. ഇത് മാറ്റി വെക്കാം. ഇനി സെയിം പാനിലേക്ക് തേങ്ങയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങയും ബ്രൗൺ കളർ ആകുന്നവരെ, ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പം തേങ്ങയും ഇതേപോലെ ബ്രൗണായി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇതെല്ലാം കൂളാവണം. അതിനുശേഷം നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര ഉരുക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന 1/2 കിലോ ശർക്കരയാണ്. കുറച്ച് വെള്ളം ഒഴിക്കാം. 1/2 കപ്പ് എല്ലാം വെള്ളം ചേർത്ത് ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകി 1 നൂൽ പരുവത്തിന് തൊട്ട് മുമ്പുള്ളൊരു സ്റ്റേജാണിത്. ഈ ഒരു പരുവത്തിൽ സ്റ്റോപ്പ് ചെയ്യാം. ഇതിനെ അരിച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓഫ് ചെയ്യാം. ശർക്കരയ്ക്കകത്ത് ഒരുപാട് അരിക്കൊക്കെ കാണാം. അതുകൊണ്ട് നമ്മളൊന്ന് അരിച്ചെടുക്കുന്നത് വേണ്ട. അപ്പോൾ ശർക്കര പാനി റെഡിയാണ്. നമുക്കിനിയും ഇപ്പം നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിക്കുമ്പോൾ എപ്പോഴും ഇച്ചിരി തരിയായിട്ട് വേണം പൊടിക്കാൻ. ഒത്തിരി ഫൈനായിട്ട് പൊടിക്കരുത്. കുറേശ്ശെ കുറേശ്ശെ പൊടിച്ചെടുക്കാം.
ഈ ഒരു പരുവത്തിന് പൊടിച്ചെടുത്തു. ഒത്തിരി തരി ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പൊടിച്ചെടുക്കുക. ഇതൊരു ബൗളിലേക്ക് ആക്കാം. ഇച്ചിരി തരിയുണ്ട്, ബാക്കിയുള്ള അരിയുടെ മിക്സറോടെ ഇതുപോലെ പൊടിച്ചെടുക്കുക. അതേപോലെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന പയറ് പരിപ്പും ഇതേപോലെ പൊടിച്ചെടുക്കുക. ഇച്ചിരി തരിയോടുകൂടെ തന്നെ പൊടിക്കുക. തരിയോടൊക്കെ കിട്ടിയിട്ടുണ്ട്, അതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പം നമ്മളെല്ലാം പൊടിച്ചു വെച്ചു. ഇനി നമുക്ക് വീണ്ടും ശർക്കര ഒരു നൂൽപ്പരുവാക്കണം. അതുവരെ കുക്ക് ചെയ്യണം. നമ്മൾ ഉരുക്കി വെച്ചിട്ടേ ഉള്ളല്ലോ, അപ്പം അതൊന്ന് ഒരു നൂൽപ്പരുവാക്കാം. ഇപ്പോൾ ഒരു നൂൽപ്പരുവായിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ഞാൻ കുറച്ച് ശർക്കര എടുത്ത് മാറ്റും. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർക്കത്തേ ഉള്ളൂ. മൂന്ന് സ്പൂൺ ശർക്കര മാറ്റി ബാക്കിയുള്ളതിലേക്ക് ഈ മിക്സർ ചേർക്കാം. ആദ്യം തേങ്ങ ചേർക്കാം, ഇളക്കുക. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പൊടികൾ മൊത്തം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്. ഇരുന്നങ്ങ് മുറുകിക്കുള്ളൂ. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമുക്ക് ഏലക്കയുടെ പൊടി അല്ലെങ്കിൽ ജീരകത്തിൻ്റെ ഫ്ലേവർ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ തന്നെ മധുരം കൂടുതൽ വേണമെങ്കിൽ ആ ബാക്കിയുള്ള ശർക്കരയും കൂടെ ചേർക്കാം. ഇപ്പം നോക്കിയാൽ ഈ ഒരു അയവിലാണ് നമ്മുടെ മുന്തിരിക്കൊത്തിൻ്റെ മിക്സർ ഇരിക്കുന്നത്. ഇത് ചൂട് മൊത്തം പോകുമ്പോഴത്തേക്ക് നല്ല ഫേം ആയിക്കോളും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം വേണം നമുക്കിത് ഉണ്ട പിടിക്കാനായിട്ട്. ഇച്ചിരി നെയ്യും കൂടെ ഞാൻ ചേർക്കും, ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നു. മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഷേപ്പ് ചെയ്യാം. അപ്പോൾ ചെറിയ ചൂടോടെ തന്നെ ഷേപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കത് ഒത്തിരി ഫേം ആയി പോകും. അപ്പോൾ കയ്യിൽ ഇച്ചിരി നെയ്യ് തൂത്ത ശേഷം ബോളാക്കാം. നെല്ലിക്ക വലുപ്പത്തിൽ എടുക്കാം. ഇപ്പോഴും ചൂടുണ്ട്. ചൂടാറുമ്പോഴത്തേക്കത് നല്ല ചൂടുന്നൊരു ഉറപ്പ് വരും. ഇതേപോലെ ബാക്കിയുള്ളത് മൊത്തം ചെയ്തെടുക്കുക, ഷേപ്പ് ചെയ്തെടുക്കുക. നമ്മൾ മുന്തിരിക്കൊത്തിൻ്റെ ഫില്ലിംഗ് ഒക്കെ റെഡിയാണ്. അത് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിത് ഒരു ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് പച്ച അരിപ്പൊടിയാണ് വേണ്ടത്. ഞാൻ ചെയ്യുന്നത്, ഞാൻ 1 കപ്പ് അരി വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്ത് വെക്കും. 1 മണിക്കൂറൊക്കെ കുതിർത്ത് വെക്കും. അതിനുശേഷം വെള്ളം വന്ന ശേഷം പൊടിച്ചെടുക്കും. അങ്ങനെ ഫൈൻ പൊടിയാണിത്. ഇത് 1.5 കപ്പാണ്. അപ്പോൾ 1.5 കപ്പ് പൊടിയിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിന് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർക്കാം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഒരു 1/3 കപ്പ് വെള്ളമാണ് ചേർത്തത് 1.5 കപ്പിന്. ഇത് മതിയാവും. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്ത് വേണം. ഒത്തിരി അയവും പാടില്ല, ഒത്തിരി തിക്കാവാനും പാടില്ല. ഇനി ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് എണ്ണ ചൂടാക്കാം. ഇതേപോലെ ഓരോന്നും ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇത് ട്രഡീഷണലി ഇത് 3 ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള മുന്തിരിക്കൊത്ത് ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യാറുണ്ട്. മുന്തിരിക്കൊല പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാറുണ്ട്. ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ എടുക്കാം. ബാക്കിയുള്ള മുന്തിരിക്കൊത്തും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ലാസ്റ്റ് ബാച്ചും ഫ്രൈ ചെയ്തെടുത്തു. ചിലതൊക്കെ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ചൂടാറി കഴിയുമ്പോൾ ഇളക്കിയെടുത്താൽ മതിയാവും. മുന്തിരിക്കൊത്ത് എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. ഇത്രയും ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട് ഈ അളവിന്ന്. അപ്പോൾ ഇത് ഒരു 3 ആഴ്ചയൊക്കെ നമുക്ക് എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇതൊരു പഴയ ട്രഡീഷണൽ പലഹാരമാണ്. എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തിയർ ഒരു ഓപ്ഷനാണ്. പയറും ഒക്കെ ചേരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തിയർ ഓപ്ഷനാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇതിൻ്റെ പാവിൻ്റെ വരുവാണ്. ആദ്യത്തെ നമ്മൾ ശർക്കര പാവാക്കുമ്പോൾ ഒരു നൂലിൽ തൊട്ട് മുമ്പായിട്ട് എടുക്കുക. ഒത്തിരി ആയി കഴിഞ്ഞാൽ നല്ല ഹാർഡായിട്ട് പോവും. അതേപോലെ തന്നെ അതിൻ്റെ കോട്ടിംഗ് ബാറ്ററും ഒത്തിരി തിക്കായിട്ടും ഒത്തിരി അയവലും എടുക്കില്ല, പരുവത്തിന് എടുക്കുക. അപ്പോൾ ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.